ആ വചനം ശുശ്രൂഷിക്കാമെന്ന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ ദൈവത്തിന് എപ്പോഴും കീഴ്പ്പെട്ടിരിക്കണമല്ലോ. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രികാലം അത് വളരെ അനുഗ്രഹമായി തീരുവാനിടയായിരുന്നു. എന്നാൽ ഹല്ലേലൂയ ഇന്നലെ രാത്രികാലം സ്തോത്രം അതിനായി ഞാൻ തീരുമാനമെടുക്കുമ്പോൾ എനിക്കൊന്നറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എന്നെ ബലപ്പെടുത്തും, ദൈവം എന്നെ സൗഖ്യമാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാത്രികാലം നിങ്ങൾ മുമ്പാകെ നിൽക്കുമ്പോൾ സ്തോത്രം ശബ്ദത്തോടെ നിൽക്കുവാൻ കർത്താവിനെ സഹായിച്ചു. വൈകുന്നേരം വരെ ശബ്ദം എൻ്റെ കയ്യിലില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ വചനം സ്തോത്രം നമ്മെ സൗഖ്യമാക്കുന്ന വചനമാണ്. സ്തോത്രം നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. രാത്രികാലം നാം വായിച്ചു കേട്ട സങ്കീർത്തനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. പ്രിയമുള്ളവരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഈ രണ്ടാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഒന്നാം സങ്കീർത്തനം ഞാൻ എപ്പോഴും ഹല്ലേലൂയ വായിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ കാണാതെ പഠിച്ച സങ്കീർത്തനമാണ് രണ്ടാമത്തെ സങ്കീർത്തനം എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പലരും പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്തോത്രം ഇതൊരു മശീഹൈക സങ്കീർത്തനമാണ്. എന്നാൽ സ്തോത്രം പ്രൈസ് ദി ലോർഡ് എനിക്ക് അതിലപ്പുറമായിട്ട് ആ സങ്കീർത്തനത്തിൽ സന്തോഷം തോന്നുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് ഞാൻ മനസ്സിലാക്കിയത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം സമ്മേളിക്കുന്ന ഒരു പ്രവചന സങ്കീർത്തനമാണ് രണ്ടാം സങ്കീർത്തനം. സ്തോത്രം. ഇന്ന് രാത്രികാലം നാം പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവേ ഹല്ലേലൂയ രാത്രികാലം എന്റെ ഹൃദയത്തോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുമെങ്കിൽ സ്തോത്രം ഇന്ന് രാത്രികാലവും ഈ വചനത്തിൽ നമുക്ക് ഹല്ലേലൂയ നമ്മോട് സംസാരിക്കാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവിൽ എഴുതിയ വചനം അനേക വർഷങ്ങൾക്ക് മുൻപേ ഹല്ലേലൂയ ആരാണ് അവിടെ എഴുതിയെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഹല്ലേലൂയ വേദപണ്ഡിതന്മാർ പറയുന്നു ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. സ്തോത്രം. ഒന്നാം സങ്കീർത്തനത്തിന്റെ തുടർച്ചയായിട്ട് തന്നെ നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. സ്തോത്രം. രണ്ടാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് സമ്മേളിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം ശുശ്രൂഷിക്കുമ്പോൾ അന്ന് എഴുതിയ അതേ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രികാലവും നമ്മോട് സംസാരിക്കുവാൻ കഴിയും. ഇന്ന് രാത്രികാലവും നമ്മോട് ചിലത് ഇടപെടുവാൻ കഴിയും. ദാവീദിന്റെ അതരങ്ങളിലൂടെ, ദാവീദിന്റെ വിരലുകളിലൂടെ, അല്ലെങ്കിൽ ആ എഴുത്തുപോലിൽ കൂടെ പ്രദർശിപ്പിച്ച ആ വചനം സ്തോത്രം അത് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം സത്യമായി തീർന്നു. ഇനി അതിന്റെ വാക്യങ്ങൾ സത്യമാക്കുവാൻ കിടക്കുന്നു. കാരണം ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമ്മുടെ കർത്താവ് രാജാതി രാജാവായി വാഴുന്ന കാലത്തെ കുറിച്ചാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അവിടെ പ്രസ്താവിക്കുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളെ കുറിച്ചും അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അവിടെ കൊണ്ട് തീരുന്നില്ല. സ്തോത്രം. യുഗത്തിന്റെ അവസാന കാലത്ത് സ്തോത്രം കർത്താവായ യേശുക്രിസ്തു രാജാതി രാജാവായി ഭരിക്കുവാൻ വരുന്നതിനെ കുറിച്ചാണ് സങ്കീർത്തനം എഴുതി അവസാനിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ കാലത്ത്, ദാവീദ് രാജാവായിരിക്കുന്ന സമയത്ത് അവിടുത്തെ ജാതികളും രാജാക്കന്മാരും അധിപതികളെല്ലാം എതിരായി സംസാരിക്കുന്ന പശ്ചാത്തലങ്ങളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതേ പശ്ചാത്തലത്തിന് ഇന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സ്വന്തം ഇന്ന് നാം കേൾക്കുന്ന ശ്രുതി യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിൽ അത് നടന്നു കേട്ടു മുന്നേ സ്വന്തം പല സ്റ്റേറ്റുകളിൽ നടക്കുന്നു. ക്രിസ്ത്യാനികളെ നശിപ്പിക്കുവാൻ, ദൈവമക്കളെ തകർത്ത് കളയുവാൻ, ദൈവമക്കളെ ഇല്ലാതാക്കുവാൻ, പള്ളികൾ നശിപ്പിക്കുവാൻ, അങ്ങനെ വിവിധ രീതിയിൽ അതിനെ കൂട്ടം കൂടി ആലോചന പറഞ്ഞ് അതിനെ നശിപ്പിച്ചു കളയുവാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം പ്രസംഗിക്കുന്ന ദേവദാസന്മാരെ തടസ്സപ്പെടുത്തി നിനക്കിവിടെ പ്രസംഗിക്കുവാൻ കഴിയില്ല, ദൈവത്തിന്റെ വചനം ഇവിടെ പ്രസംഗിക്കുവാൻ നിന്നെ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിലും ഇന്ന് ഈ ഒരു അവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. നോക്കിയേ, അന്ന് ദാവീദ് എഴുതിയ സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ജാതികൾ സ്വന്തം എന്ത് ചെയ്യുന്നു? കലഹിക്കുന്നു. വംശങ്ങളും അധിപതികളും രാജാക്കന്മാരും എല്ലാം അഭിഷിക്തനും വിരോധമായിട്ടും അവന്റെ ജനത്തിന് വിരോധമായിട്ടും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. എന്നാൽ അവരെന്താണ് പറയുന്നത്? അവർ പറയുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വാക്യമാണ്. സ്തോത്രം. ഞാൻ ഇത് ഹല്ലേലൂയ ഈ വചനം ആദ്യമായിട്ടൊക്കെ വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നാമാണ് ആ കെട്ടുകൾ പൊട്ടിച്ചു കളയുക. കാരണം രാജാക്കന്മാരും ജാതികളും
അധിപതിമാരൊക്കെ യഹോവയ്ക്കും അഭിഷിക്തനും വിരോധമായിട്ട് അവയെ ആലോചിക്കുന്ന ആ കെട്ടുകളെ പൊട്ടിച്ചു കളയണം എന്നുള്ളൊരു ചിന്തയാണ് എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്നെ കർത്താവ് മനസ്സിലാക്കുവാൻ സാധിപ്പിച്ചു. ആമേൻ, സ്തോത്രം. അവിടെ സംസാരിക്കുന്നത് അധിപതികളാണ്, ആലോചിക്കുന്ന അധിപതികളാണ്. അവരാണ് പറയുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. സ്തോത്രം. എന്താണ് കെട്ടുകൾ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നാം ആയിരിക്കുമ്പോൾ നാം ആ കെട്ടിന്റെയും ആ കയറുകളുടെയും നടുവിലാണ് നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ആദിമ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത ന്യായപ്രമാണങ്ങളും പ്രമാണങ്ങളും അവരുടെ ചട്ടങ്ങളും രീതികളുമാണ് ആ കെട്ടുകൾ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആ കെട്ടുകളിലാണ്, ആ ന്യായപ്രമാണത്തിലാണ് അവർക്കൊരു പ്രത്യേകത വന്നത്. ആ ന്യായപ്രമാണങ്ങളും കെട്ടുകളുമാണ് ദൈവമക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എപ്പോഴും അധിപതികൾ ആലോചിക്കുന്നത് ആ കെട്ടുകളെയാണ് പൊളിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവചനത്തിൽ നാം കേൾക്കുന്നത് സഹോദരൻ, ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ദൈവം ജനം മര്യാദ കെട്ട് നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ കെട്ടുകളെ പൊട്ടിച്ചാൽ, ആ കയറുകളെ അഴിച്ചു കളഞ്ഞാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഇവരെ നശിപ്പിക്കുവാൻ കഴിയും. സ്തോത്രം. എപ്പോഴും അധിപതികൾ ആലോചിക്കുന്നത് അങ്ങനെയാ. സ്തോത്രം. പ്രവാചകനെ സ്വന്തം ജനത്തിനെ ശപിക്കുന്നതിന് വേണ്ടി മലയിൽ കയറ്റി നിർത്തി ശപിക്കാൻ പറഞ്ഞപ്പോൾ പ്രവാചകന്റെ നാവിലൂടെ ദൈവം സംസാരിച്ചു, ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടതുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത തനിച്ചു പാർക്കുന്ന ഒരു ജനം. അവർ പാർക്കുന്നത് തനിച്ചല്ല, അവരുടെ സമ്മിശ്ര ജാതികളുണ്ട്. അവരുടെ പല ജാതികളും ഉപജാതികളും എല്ലാം ജീവിക്കുന്നിടത്താണ് അവർ താമസിക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, കർത്താവിന്റെ ദൃഷ്ടിയിൽ അവരുടെ മധ്യത്തിൽ തന്റെ ജനം തനിച്ചു പാർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിന്റെ കെട്ടുകൾക്കുള്ളിൽ സ്തോത്രം, ദൈവം കൊടുത്തിരിക്കുന്ന ഹല്ലേലൂയ ചിട്ടകളുടെയും മര്യാദകളുടെയും ഉള്ളിൽ ജീവിക്കുന്ന ഒരു ദൈവജനം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നാം മനസ്സിലാക്കേണ്ടത്, ഇന്നും അധിപതികള് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ കെട്ടുകളെ പൊട്ടിച്ചു കളയാനാണ്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ഉപദേശങ്ങളിലും ഇന്ന് വെള്ളം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ന്യായപ്രമാണം വേണ്ട എന്നും പഴയ നിയമം ആവശ്യമില്ലെന്നും കർത്താവ് പുതിയൊരു നിയമം സ്ഥാപിച്ചെന്നും അതുകൊണ്ട് 10 കൽപ്പനയോ അതുമായി സംബന്ധപ്പെട്ടിട്ടുള്ള കൽപ്പനകളോ നമുക്ക് ആവശ്യമില്ല എന്നും പഠിപ്പിക്കുന്ന അനേക ഉപദേശിമാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്തോത്രം, ഇത് പിശാചിന്റെ പദ്ധതിയാണ്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ആ വേർതിത്വത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരുന്നത് പിശാചിന്റെ തന്ത്രമാണ്. നോക്ക് സ്തോത്രം, നാം ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും, ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ, ഇത് ദൈവഹിതമാണോ എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. സോ ഇത് നമുക്ക് ചെയ്യാമോ, ദൈവമക്കൾക്ക് ഇത് യോഗ്യമോ എന്നുള്ള ചിന്ത ഹൃദയത്തിലേക്ക് ഒരുപക്ഷെ കടന്നു വരും. അല്ലെങ്കിൽ വേറൊരാൾ ഓർപ്പിക്കും, സ്തോത്രം, ഈ ബന്ധുക്കോസുകാരനാണ്, നിനക്കിത് ചെയ്യാൻ പാടില്ല. എന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, പിശാച് സ്തോത്രം, ഹല്ലേലൂയ, ഈ അധിപതികളെ ആലോചിപ്പിക്കുവാൻ പദ്ധതിയിടുന്ന പിശാച് മനസ്സിൽ പറയും, അതൊന്നും സാരമില്ല, അതൊന്നും ചെയ്തുകൊണ്ട് തൽക്കാലം കുഴപ്പമൊന്നുമില്ല, ഇതിലൊക്കെ എന്താ ഇത്ര വലിയ കാര്യം ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, നിന്റെ കയറുകളോടെ പൊട്ടപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ അവിടെ ഹല്ലേലൂയ ശത്രു അഴിച്ചു കളയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നാം ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വേർകൃത്യം നശിപ്പിച്ചു കളയുവാനാണ് ദൈവം ഹല്ലേലൂയ പിശാച് ഹല്ലേലൂയ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ആ വേർകൃത്യത്തിൽ നിന്നും നമ്മളെ മാറ്റി, സ്തോത്രം, ഹല്ലേലൂയ, ആ വേർപെട്ട ജനം എന്നുള്ള പേരിൽ നിന്നും മാറ്റി സാമാന്യ ജനം ഹല്ലേലൂയ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരുവാനാണ് പിശാച് നമ്മെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇത് രാത്രികാലം വളരെ ശ്രദ്ധയോടെ നാം ആയിരിക്കണം. തിരുവനന്തപുരത്ത് നാം കാണുന്നു, സ്തോത്രം, നാം ഹല്ലേലൂയ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പാമ്പ് എന്ന് പറയുന്നത് ഹല്ലേലൂയ നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കണ്ട ചതിക്കുന്ന വഞ്ചകനായ പാമ്പാണ്. സ്തോത്രം. ഹവ്വായെ ഉപായത്തിൽ ചതിച്ച വഞ്ചിച്ച വഞ്ചകനായ പാമ്പാണ് അവിടെ ഉണ്ടെങ്കിലും, സ്തോത്രം, കർത്താവ് പറയുകയാണ്, പാമ്പിനെ പോലെ നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം, എന്നാൽ പ്രാവിനെ പോലെ നിങ്ങൾ നിഷ്കളങ്കരായിരിക്കണം. കേൾക്കുന്നതെല്ലാം നിങ്ങൾ വിശ്വസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ അതിനെ ഏറ്റെടുക്കരുത്. മറിച്ചൊരു വശം ദൈവാത്മാവിൽ നിങ്ങൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ലോകത്ത് എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ സ്തോത്രം കന്യകമറിയ അല്ലെങ്കിൽ യേശുവിന്റെ അമ്മ മറിയാമിനെ രക്ഷക എന്നുള്ള സ്ഥാനത്തിൽ നിന്നും റോമിൽ നിന്ന് നീക്കുവാൻ ഇടയായിത്തീർന്നു. മാർപ്പാപ്പ അതിന് എഴുതി ഒപ്പിട്ട് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മളെല്ലാം വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പ്രൈസ് വളരെ നല്ല കാര്യം തന്നെയാണ്. സ്തോത്രം. അവരതിനെ അംഗീകരിച്ചല്ലോ. കാരണം നമ്മൾ നാളുകളായിട്ട് ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറിയത്തിനെ എന്ത് ചെയ്യാൻ പാടില്ല, ആരാധിക്കുവാൻ പാടില്ല, അമ്മയെ ആരാധിക്കുവാൻ പാടില്ല, കർത്താവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ. പ്രൈസ് ഹല്ലേലൂയ. വളരെ നല്ല കാര്യമാണ്.
ഫേസ്ബുക്കിൽ പലരുടെയും ഗ്രൂപ്പുകൾ ഞാൻ കണ്ടു. വേറൊരു വിഭാഗം സിയോൻ എന്ന് പറയുന്ന തൃശ്ശൂരുണ്ട്. അവർ പറയുന്നു കത്തോലിക്കർക്കും പെന്തക്കോസ്തുകാർക്കും തമ്മിൽ എന്താ വ്യത്യാസം? അവർ രണ്ടുപേരും ഒരുപോലെയായി. സ്തോത്രം. ആമേൻ. നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ബായ് ബായ് ആയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ വളരെ നല്ല കാര്യമാണ് അവിടെ പ്രഖ്യാപിച്ചത്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു അപകടം ഇതിന്റെ എല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. സ്തോത്രം. രാത്രികാലം ഞാനത് പറയുമ്പോൾ ഹല്ലേലൂയ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേൻ സ്തോത്രം, നമ്മളെല്ലാം ആമേൻ സ്തോത്രം ഈ ജാതിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൽ നിന്ന് വേർപെട്ടു വന്ന പിതാക്കന്മാരാണ് നമ്മുടെ പിതാക്കന്മാർ. എന്തുകൊണ്ടാണ്? സ്തോത്രം. അവിടുത്തെ ആചാര മര്യാദകൾ, അവിടുത്തെ കാര്യങ്ങളെല്ലാം ദൈവികമല്ലെന്നും അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണെന്നും കൽപ്പന വിരുദ്ധമാണെന്നും പറഞ്ഞുകൊണ്ടാണ് സ്തോത്രം ആ പിതാക്കന്മാർ അവിടെ നിന്ന് ഇറങ്ങി വേറിട്ടൊരു ജനമായിട്ട് വീണ്ടും കൂടി വന്നത്. സ്തോത്രം. കർത്താവ് പഠിപ്പിച്ചതാണ് അവൻ സ്തോത്രം വേറിട്ട് ഇറങ്ങി വരുവാൻ. ശിഷ്യന്മാർ ഇറങ്ങി വന്നു പഴയ കാലത്ത്. എന്നാൽ സ്തോത്രം ഇതിനെല്ലാം മിക്സ് ചെയ്ത് അവൻ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായതോടുകൂടി അവൻ സ്തോത്രം അതിനകത്തേക്ക് ഹല്ലേലൂയ പഴയതും പുതിയതും എല്ലാം ചേർത്ത് പണിതതാണ് അവൻ കത്തോലിക്ക അവൻ ചരിത്രം അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത്. സ്തോത്രം. അവൻ ഭയപ്പെട്ട് പേടിച്ച് അവൻ ഹല്ലേലൂയ അന്ന് ജീവിക്കുവാൻ ഒരു നിവൃത്തിയില്ലാതിരുന്ന അന്നത്തെ ജനം ആ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കൂടെ കൂടി റോമാ ഗവൺമെന്റിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ റോമൻ ഭരണകൂടത്തിന്റെ അണ്ടറിൽ റോമാ കത്തോലിക്കയുടെ ഭാഗമായി തീരുകയാണ് ഉണ്ടായത്. സ്തോത്രം. എന്നാൽ നാളുകൾക്ക് ശേഷം ഉണർവുണ്ടായപ്പോൾ അവൻ കാലാകാലങ്ങളായിട്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ അറിവ് നേടുന്നവർ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ലഭിക്കുന്നവർ കാലാകാലങ്ങളിൽ അതിനെ എതിർത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അന്ത്യകാലം എടുത്തപ്പോൾ 100 വർഷങ്ങൾക്ക് മുൻപ് അവൻ അഭിഷേകം പ്രാപിച്ച് ആദ്യത്തെ സഭ പോലെ തന്നെ വേർപെട്ടൊരു സഭ ഈ ഭൂമിയിൽ മുളയ്ക്കുവാൻ ഇടയായിത്തീരുന്നു. അതാണ് ഇന്നത്തെ പെന്തക്കോസ്ത് സഭ. അതാണ് വേർപാടിന്റെ സഭ എന്ന് പറയുന്നത്. ഇന്ന് ഹല്ലേലൂയ മക്കളും മക്കളുടെ മക്കളുമായി മാറിക്കഴിഞ്ഞപ്പോൾ അവൻ ഞാൻ പറഞ്ഞു വരുന്ന അപകടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ആമേൻ കത്തോലിക്ക സഭയുടെ ആമേൻ ഹല്ലേലൂയ അതുപോലെ തന്നെ ഒരു സഭയായി ഇന്ന് പെന്തക്കോസ്ത് സഭ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതിന്റെ അപകടം എന്താണെന്ന് അറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ നേരത്തെ പറഞ്ഞില്ലേ, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ നാളെ ഒരു സമയത്ത് ആമേൻ കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ, യാക്കോബ സഭ, അതുപോലെ തന്നെ ഒരു പെന്തക്കോസ്ത് സഭയോ പ്രൈസ് ദി ലോർഡ് ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം എന്താ? സ്തോത്രം. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് വന്നത്. എനിക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. സ്തോത്രം. എന്താ അവിടെ ആമേൻ സ്തോത്രം ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നു. മുതിർന്നിട്ടാണ് സ്നാനപ്പെടേണ്ടത്. വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അവർ ഒറ്റ വാക്യത്തിന്റെ ബേസിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. കാരണം ഞാൻ സ്നാനപ്പെട്ടപ്പോൾ കർത്താവിൽ വിശ്വസിച്ചിരുന്നില്ല. എന്നെ ശിശുസ്നാനം കഴിപ്പിച്ചു. അത് തെറ്റാണ്. അത് മനസ്സിലാക്കി എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞാണ് ഞാൻ സ്നാനപ്പെടുവാൻ ഇടയായിത്തീരുന്നത്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം മറ്റ് സഭകൾ എന്ത് ചെയ്തു? വലിയ മുതിർന്ന ആളുകളെ സ്നാനപ്പെടുത്തണമെന്നുള്ള രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല കത്തോലിക്ക പുരോഹിതന്മാരും മുതിർന്നവരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പൊ നോക്കി ഒരു വ്യത്യാസം അവിടെ മാറി. അപ്പൊ കുഴപ്പമില്ല, മുതിർന്നവർക്ക് അവിടെ സ്നാനപ്പെടാം. അന്യഭാഷ ഉണ്ടായിരുന്നു പെന്തക്കോസ്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൺവെൻഷനുകൾ ഉണ്ടായിരുന്നു, ഉപവാസ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അന്നൊന്നും കത്തോലിക്ക സഭയിലോ ഞാൻ ആരാധിച്ചിരുന്ന യാക്കോബ സഭയിലോ ഇതൊന്നും ഇല്ലായിരുന്നു. സ്തോത്രം. എന്നാൽ കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ ഞാൻ കേൾക്കുന്നത് 3 ദിവസത്തെ കൺവെൻഷൻ, പള്ളിയുടെ മുറ്റത്ത് പന്തലിട്ട് 3 ദിവസത്തെ കൺവെൻഷനാണ്. അവൻ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് അച്ഛനും എല്ലാ ആൾക്കാരും അവിടെ നിന്ന് ആരാധിക്കുകയാണ്. സ്തോത്രം. പണ്ടൊരു സമയത്ത് എന്നെ കളിയാക്കിയിരുന്നത് അവൻ ഹല്ലേലൂയ വരുന്നു, പ്രൈസ് ദി ലോർഡ് വരുന്നു എന്ന് പറഞ്ഞാൽ കളിയാക്കിയിരുന്നത്. കാര്യം എന്താ? അവൻ പെന്തക്കോസ്തുകാരനെ കളിയാക്കിയിരുന്നത് അവൻ സ്തോത്രം ഹല്ലേലൂയ പറഞ്ഞ. പള്ളിയിൽ ഒരു ഹല്ലേലൂയ പറയാൻ പറ്റത്തില്ല, സ്തോത്രം പറയാൻ പറ്റത്തില്ല. അവിടെ വേർവൃത്തിയുണ്ട്. അവർക്ക് പുരോഹിതൻ ചൊല്ലുന്നത് അവൻ വേറൊന്ന്, ജനം ചൊല്ലുന്നത് വേറൊന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ നോക്കി പിശാചിന്റെ പദ്ധതി നിങ്ങൾ നോക്കണം. ഇതെല്ലാം പതുക്കെ ഹല്ലേലൂയ എല്ലാം ഒന്നാണെന്ന് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നില്ല. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം വേർപാട് സ്വീകരിച്ച അല്ലെങ്കിൽ ഹല്ലേലൂയ ആമേൻ ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനമെന്ന് പേരെഴുതപ്പെട്ട നമ്മൾ ദൈവമക്കൾ ഇത് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചില കാര്യങ്ങൾ നാം സമരസപ്പെടുമ്പോൾ ഇത് സാരമില്ല എന്ന് നാം ചിന്തിക്കുമ്പോൾ നാം പെട്ടെന്ന് ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം ഹല്ലേലൂയ നമുക്കത് പാടില്ല. നാം വേർപെട്ട ഒരു കൂട്ടമാണ്. നമുക്കത് ചെയ്യാൻ പാടില്ല. നമ്മെ നോക്കുന്ന ഒരു ജനമുണ്ട്. സ്തോത്രം. നാം അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കെട്ടിൽ നിന്ന് അഴിഞ്ഞ് അടുത്തൊരെണ്ണത്തിലേക്ക്, ഒരു കെട്ടിൽ നിന്ന് അഴിഞ്ഞ് വേറൊന്നിലേക്ക് അവൻ കെട്ടില്ലാത്ത അല്ലെങ്കിൽ സ്തോത്രം തോന്നിയതുപോലെ ആകാമാകുന്ന ഒരു സമൂഹത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആളുകൾ, നമ്മുടെ ഇപ്പോഴത്തെ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അവർക്കിപ്പോൾ എന്താ വ്യത്യാസം പറയാനുള്ളത്? ഒരു സുവിശേഷം പോയിട്ട് ആൾക്കാരോട് പറയുമ്പോൾ എന്താ പറയാനുള്ളത്? അവൻ മനസ്സാന്തരപ്പെടണം,
ശരിയാ, പുസ്തകത്തിൽ മാനസാന്തരമുണ്ട്, ശരിയാ, ആമേൻ സ്തോത്രം, സ്നാനപ്പെടണം, ശരിയാ, ഞങ്ങൾ സ്നാനപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് കൺവെൻഷനുണ്ട്, ഞങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഹല്ലേലൂയ സ്തോത്രമുണ്ട്. കത്തോലിക്കൽ വളരെ ഭംഗിയായിട്ട് അന്യഭാഷ പറയുന്നു, പ്രൈസ് ലോർഡ് സ്തോത്രം. പിന്നെന്താ വ്യത്യാസം? ദൈവജനമേ, ഞാൻ തിരിച്ചറിയേണ്ടത് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വ്യത്യാസമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് സ്തോത്രം. കന്യകമറിയാമിനെ രക്ഷകയായി അംഗീകരിക്കാതെ വന്നപ്പോൾ നമ്മൾ കുറച്ചും കൂടി അവരോട് അടുക്കുകയാണ് സ്തോത്രം. മനസ്സുകൊണ്ട് കൊള്ളാം, അവരും നമ്മളെ പോലെ ആയല്ലോ എന്ന് അടുക്കുകയാണ്. ഇതിന്റെ അപകടം നാം തിരിച്ചറിയണം. പ്രൈസ് ലോർഡ്. പലതരം തന്ത്രങ്ങൾ അവൻ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ അതെല്ലാം അങ്ങനെ നിൽക്കട്ടെ, ശരി, നല്ല കാര്യം, അവൻ നമ്മൾ പറഞ്ഞത് അവൻ സത്യമാണെന്ന് ഇന്ന് തെളിയുവാൻ ഇടയായിത്തീരുന്നു, നല്ല കാര്യം. പക്ഷെ നമ്മൾ അതിലൊന്നും വീണു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കണം. അവൻ സാത്താൻ നമ്മെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. തിരുവനന്തപുരത്തിൽ പറയുന്നത് പോലെ അവൻ ഹല്ലേലൂയ, പഴയ പാമ്പാവ സാത്താൻ ഹൗവായെ ചതിച്ചത്, ഉപായത്തിൽ ചതിച്ചതുപോലെ അവൻ പൗലോസ് അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പൗലോസ് ഉപായത്തിൽ ചതിച്ചതുപോലെ നിങ്ങളെ ചതിക്കുമോ എന്ന് ഞാൻ ഹല്ലേലൂയ അവൻ സംശയിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാ, അതിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉപായത്തിൽ നമ്മളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഉപദേശങ്ങളിൽ മായ ചേർത്തുകൊണ്ടിരിക്കുകയാണ്, വേറൊരു ഉപദേശങ്ങൾ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരി, ഇത് ശരി, എല്ലാം ശരി എന്ന് പറയുന്ന ഒരു തലമുറയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഞാൻ അവിടെ നിൽക്കുന്നില്ല. പ്രൈസ് ലോർഡ്. അടുത്ത വാക്യത്തിലേക്ക് നാം കടക്കണമല്ലോ. സ്തോത്രം. അവൻ ഇന്ന് രാത്രിക്കാലം നാം തിരിച്ചറിയണം. എന്നാൽ ഹല്ലേലൂയ, സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. അടുത്ത വാക്യം അതാണ്. അവൻ സ്തോത്രം. അതൊരു പരിഹാസച്ചിരി മാത്രമല്ല ദൈവമക്കളെ. കർത്താവിനെ പരിഹസിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ പരിഹാസച്ചിരി മാത്രമല്ല. കാരണം ദൈവം ആരാണെന്ന് ദൈവത്തിനറിയാം, ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ദൈവത്തിനറിയാം, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ദൈവത്തിനറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങള് പേകളൊക്കെ എന്നെ വന്നിട്ട് ഇങ്ങനെ ഇടിക്കുകയും മസിൽ കാണിക്കുകയൊക്കെ ചെയ്യും. പ്രൈസ് ലോർഡ്. നമ്മൾ ചിരിക്കും. കാരണം എന്താ? അവൻ സ്തോത്രം, അവൻ എന്താ ചെയ്യും? അവൻ വലിയ സ്റ്റാർ ആയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമുക്കറിയാം അവൻ ഇത്രയേ ഉള്ളൂ, ഒരു തല്ലിയാക്കുന്ന ആളുകളും നമുക്കറിയാം. പ്രൈസ് ലോർഡ്. ഈ ഒരു അർത്ഥത്തിലാണ് കർത്താവ് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരെന്ത് ചെയ്തിട്ട് എന്താ കാര്യം? അവർ ചെയ്യുന്നതൊന്നും സാധ്യമാകുകയില്ല. സ്തോത്രം. എന്നാൽ ആ 5-ാമത്തെ വാക്യം പറയുന്നു, അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കേ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ ഒരു സംഭാഷണമായിട്ടാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ആദ്യമേ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളാണ്. ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു, യഹോവയുടെ വിശുദ്ധത്തിന് വിരോധമായി, ഇങ്ങനെ പറഞ്ഞിട്ട് അടുത്തതിലേക്ക് വരുമ്പോൾ സ്തോത്രം, അവിടെ പിതാവ് സംസാരിക്കുകയാണ്. സ്തോത്രം. അവൻ പിതാവ് സംസാരിച്ചിട്ട് പറയുകയാണ്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിതാവിന്റെ ഒരു പ്രസ്താവനയും കൂടെ അവിടെ വന്നിരിക്കുകയാണ്. പലപ്പോഴും സിമ്പിളായിട്ട് നാം വായിച്ചു വിടുമ്പോൾ അങ്ങനെ പറയാറുണ്ട്, അവൻ എൻ്റെ പ്രിയപുത്രൻ, അവന് ചെവി കൊടുപ്പിനെന്നുള്ള വാക്യം. അവൻ കർത്താവ് യേശുക്രിസ്തുവിനെ ജനിപ്പിച്ച വാക്യമാണെന്ന് പലപ്പോഴും പലരും പ്രസംഗിച്ച് ഞാൻ കേൾക്കാറുണ്ട്. സ്തോത്രം. അവൻ കർത്താവ് ഭൂമിയിൽ വന്ന് ജനിച്ച ആ ജനനത്തിന്റെ ഒരു പ്രവചനമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് പലരും പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 13:33 വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 13:33 പൗലോസ് അപ്പോസ്തലൻ ആമേൻ ഹല്ലേലൂയ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ സ്തോത്രം. കർത്താവിന്റെ ജനനത്തെ കുറിച്ചല്ല. വായിക്കാം. ആമേൻ. വായിക്കും. മതി. പ്രൈസ് ദി ലോർഡ്. ദൈവപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിന് മുകളിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത്. ദൈവപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവൃത്തീകരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. എന്നിട്ടാണ് പറയുന്നത്, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. നേരത്തെ കണ്ട ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു എന്നുള്ള വാക്യം, ആമേൻ സ്തോത്രം, അത് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 25-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. പത്രോസും കൂട്ടരെല്ലാം ഹല്ലേലൂയ സഭയിൽ പീഡനവും കാര്യങ്ങൾ കൊണ്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് അവര് വേദനയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തി 4:25 വായിക്കാമോ? ആമേൻ.
എന്ന് പറയുന്നത് സങ്കീർത്തനക്കാരൻ അവിടെ എഴുതിയിരിക്കുന്ന സാഹചര്യം അവിടെ യേശുവിന്റെ കാലത്ത് നടക്കുകയാണ്. പ്രൈസ് ജാതികൾ കൂടിയാലോചിക്കുന്നു, അധിപതികൾ കൂടിയാലോചിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ പിടിച്ച് ക്രൂശിക്കുവാൻ കൊണ്ടുപോയി കർത്താവ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന ഒരു സംഭവം അവിടെ നടന്നു. അതിനുശേഷം വീണ്ടും അധിപതികൾ കൂടിയാലോചിക്കുകയാണ് ശിഷ്യന്മാരെയും അതുപോലെ ചെയ്യുവാൻ. അവരെ പിടിച്ചുകൊണ്ടു പോകുന്നു, അവരെ വാൾകൊണ്ട് കൊല്ലുന്നു, വളരെ പീഡനങ്ങൾ അഴിച്ചുവിടുന്ന ഒരു കാലം. പ്രൈസ് ദി ലോർഡ്. അവര് ഈ വാക്യം പറഞ്ഞ് വളരെ വേദനയോടെ പ്രാർത്ഥിച്ചപ്പോൾ നോക്കി ആ 13 വാക്യം ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം അതിധൈര്യത്തോടെ പ്രസ്താവിച്ചു. പ്രൈസ് ദി ലോർഡ്. നോക്കി ഹല്ലേലൂയ. ജാതികളുടെ അധിപതികളുടെ എല്ലാ ആലോചനകളും അവിടെ ഹല്ലേലൂയ അവിടെ വ്യർത്ഥമായി പോവുകയാണ്. അവർ ധൈര്യം പ്രാപിക്കുകയാണ്. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 33-ാം വാക്യത്തിന് 32-ാം വാക്യത്തിൽ വന്നപ്പോൾ നാം അവിടെ കാണുന്നത് എങ്ങനെയായി ധൈര്യം അവർക്ക് പ്രാപിച്ചത്. സ്തോത്രം. അധിപതികൾ കൂടി ആലോചിച്ച് അവർ തീരുമാനിച്ചുറപ്പിച്ച് ക്രൂശിച്ച യേശുക്രിസ്തുവിനെ ദൈവം ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനെ ഹല്ലേലൂയ ക്രൂശിച്ച് കല്ലറയിൽ അടക്കം ചെയ്ത് ഇമ്പിയിൽ മുദ്ര പതിപ്പിച്ച് കല്ലറ കല്ലുവെച്ച് അടച്ച് സീല് വെപ്പിച്ച ആ കല്ലറയിൽ നിന്നും പിതാവ് ഹല്ലേലൂയ പുത്രനെ ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഉയർപ്പിനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നാം അവിടെ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. നാം അതുപോലെ അല്ലെങ്കിൽ ആ ശിഷ്യന്മാരും അതുപോലെ കർത്താവിന്റെ മരണത്തോടെ ഏകീകരിച്ച് സ്നാനത്തിൽ നാം ഹല്ലേലൂയ കർത്താവിനോടുകൂടെ അടക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോടുകൂടെ സ്ഥാനത്തിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കളാകുവാൻ നമുക്ക് അധികാരം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുവാൻ നമുക്ക് അധികാരം ലഭിച്ചു, അവകാശം ലഭിച്ചു. ആ അവകാശം ലഭിച്ച, അധികാരം ലഭിച്ച കർത്താവിന്റെ ശിഷ്യന്മാരാണ് അവിടെ അതിധൈര്യത്തോടെ രാജാക്കന്മാരുടെ മുമ്പിലിരുന്ന് പ്രസംഗിക്കുന്നത്, അതിശക്തമായിട്ട് ദൈവത്തിന്റെ ആലോചനകൾ പ്രസ്താവിക്കുന്നത്, അധികാരികളുടെ മുമ്പിൽ പോയി പറയുന്നത് നിങ്ങൾ ക്രൂശിച്ചു കൊന്നവനെയാണ് കർത്താവ് ദൈവമാക്കി വെച്ചിരിക്കുന്നത് അതിധൈര്യത്തോടെ പറയുവാൻ ഇടയായി തീർന്നു. നാം മനസ്സിലാക്കേണ്ടത് നാം കർത്താവിനോടുകൂടെ അടക്കപ്പെട്ടുവെങ്കിൽ നാം കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മൾ ആയിരിക്കുമ്പോൾ നാം പുത്രത്വത്തിന്റെ അവകാശത്തിൽ പുത്രത്വത്തിന്റെ സമത്വമായിട്ടാണ് നാം ഇന്ന് രാത്രികാലം നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് നാം ഭയപ്പെടരുത്. നമ്മളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചോട്ടെ, നമ്മളെ കുറിച്ച് ആരെങ്കിലും പദ്ധതി ഇട്ടോട്ടെ, നമ്മളെ നശിപ്പിക്കുമെന്നോ നമ്മളെ ഇല്ലാതാക്കുമെന്നോ നമ്മളെ തകർത്ത് കളയുമെന്നൊക്കെ ആരെങ്കിലും ഒക്കെ പദ്ധതി ഇട്ടോട്ടെ. എന്നാൽ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ വാക്യം പറഞ്ഞ് നിങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കർത്താവ് അവരെ നോക്കി പരിഹസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ നോക്കി ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ മകനെ നീ നശിപ്പിക്കാനോ? എന്റെ മകനെതിരായാണോ നീ പദ്ധതികൾ ഇടുന്നത്? എന്റെ മകനെതിരായാണോ നീ പ്ലാനുകൾ ചെയ്യുന്നത്? എന്റെ മകനെ നശിപ്പിക്കുവാനാണോ നീ കൂട്ടം കൂടുന്നത്? സ്തോത്രം. കർത്താവ് ഹല്ലേലൂയ അവരെ നോക്കി പരിഹസിക്കുന്നു. നിങ്ങൾ ഇത് മനസ്സിലാക്കണം. നിങ്ങൾ ആ വചനത്തിൽ ധൈര്യപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും കർത്താവേ എനിക്ക് ശക്തിയില്ല, ദൈവമേ ഹല്ലേലൂയ ഞാൻ പല സ്ഥലത്ത് ഒതുക്കപ്പെടുകയാണല്ലോ, എനിക്കെതിരെ ഹല്ലേലൂയ കൂട്ടം കൂടുകയാണല്ലോ, എനിക്കെതിരെ പ്ലാനുകൾ ഒരുക്കുകയാണല്ലോ, എന്നെ തകർക്കുവാൻ ശ്രമിക്കുകയാണല്ലോ എന്ന് നിങ്ങൾ വിലപിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലാണ്. സ്തോത്രം. നിങ്ങളെ തകർത്ത് കളയുവാൻ നമ്മെ തകർത്ത് കളയുവാൻ ഒരു ശത്രുവിനും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിൽ നാം ഉറയ്ക്കുവാൻ തയ്യാറാകണം. സ്തോത്രം. ഹല്ലേലൂയ. ഓക്കെ, ഞാൻ സമയം പോയത് കൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അടുത്ത വാക്യം എഴുതുകയാണ്. ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി കഴിഞ്ഞിട്ട് ഇരുമ്പോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവർ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പിൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിലേക്ക് എത്തപ്പെട്ടു. സ്തോത്രം. വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിന്റെ കാലഘട്ടത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ ജനനത്തിലേക്ക് മാറി, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിലേക്ക് മാറി, നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ട് സ്തോത്രം. ഈ സങ്കീർത്തനം 9-ാം വാക്യം എത്തുമ്പോഴേക്കും ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകത്തിൽ എത്തി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടിന്റെ 2-ാം അധ്യായം 25-ാം വാക്യത്തിൽ സ്തോത്രം. ഹല്ലേലൂയ നമുക്ക് ലഭിക്കുന്ന അവകാശം കൂടിയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന് 25 മുതൽ 27 വരെ. പ്രൈസ് ദി ലോർഡ്. മതി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.
ഹല്ലേലൂയ. ഓക്കെ, വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഈ നാരയ്ക്ക് എന്തൊക്കെ പദ്ധതികൾ ഇട്ടാലും, എന്തെല്ലാം ഹല്ലേലൂയ കോലാഹലങ്ങൾ കൂട്ടിയാലും, ആമേൻ, യഹോവയ്ക്കും അവന്റെ അഭിഷിക്തന്മാർക്കും എതിരായി എന്തൊക്കെ പറഞ്ഞ് എന്തെല്ലാം പദ്ധതികൾ ഇട്ടാലും, അവസാന സമയം വരുമ്പോൾ കർത്താവ് അതിന്മേലെല്ലാം ഒരു അധികാരിയായി രാജാവായി കടന്നു വരും. ആമേൻ, സ്തോത്രം. ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, ഹല്ലേലൂയ. രാജാവായി കർത്താവ് വരുന്നതിനെ കുറിച്ച് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഇനി വാക്യം അപ്പുറത്തേക്ക് കൊണ്ട് വെളിപ്പാടിന്റെ 19-15 ഇതേ വാക്യം തന്നെ പറയുന്നത് ഞാൻ വായിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, ഹല്ലേലൂയ. നമ്മുടെ ഭാഗ്യകരമായ അവസ്ഥയെ നാം ചിന്തിക്കണം. നാം ഇപ്പോൾ ആയിരിക്കുമ്പോൾ നാം വിശ്വസിച്ചിരിക്കുന്ന ഏതിലാണെന്ന് നാം ഹല്ലേലൂയ ഒന്ന് ചിന്തിച്ച് ഉണർന്ന് നാം ശക്തിപ്പെടണം. നമ്മൾ തന്നെ ഹല്ലേലൂയ നമ്മളൊന്ന് ശക്തിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് പറഞ്ഞ ആ പ്രവചനം, അന്ന് പറഞ്ഞ ദൂത്, അന്ന് പറഞ്ഞ ആലോചന ഇന്നും നിവർത്തിച്ച് രാജാവിന്റെ വരവിന് വേണ്ടി നാം ഹല്ലേലൂയ കാത്തുകൊണ്ടിരിക്കുകയാണ്. സ്വതം ഹല്ലേലൂയ. കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം ആമേൻ നാം ചിന്തിക്കേണ്ടത്, നാം യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നാം ഹല്ലേലൂയ വായിക്കുന്നു, യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ. ആമേൻ, സ്തോത്രം. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്, കർത്താവേ, കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ പണിയണമേ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ആയിരിക്കുമ്പോൾ ആ പ്രാർത്ഥന അവൻ വളരെ നല്ലതാണ്. സ്തോത്രം. ആമേൻ. കുശവന്റെ കയ്യിൽ അവൻ കുഴച്ച മണ്ണ് പോലെ നാം ആയിരിക്കുന്നത്. ആമേൻ. ആ കുശവന്റെ കരത്തിൽ അവൻ ഞാൻ എന്തായി തീരണമോ കർത്താവേ, അതുപോലെ എന്നെ പണിയണമേ എന്ന് നാം പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, നിനക്കുള്ളൊരു മാനപാത്രമാക്കി എന്നെ പണിയണമേ എന്ന് നാം കർത്താവിനോട് പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്നറിയാമോ, ആ പണി അവസാനിപ്പിച്ച് ആ പാത്രം ദൈവം മാറ്റിവെച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അടുത്തത് അതിന് സംഭവിക്കുന്നത് അത് ഉടച്ചാൽ പിന്നെ ആർക്കും പണിയുവാൻ കഴിയില്ല. സ്വന്തം നോക്കിയ ഒരു മൺപാത്രം അത് പണിത് ചൂളയിട്ട് ഹല്ലേലൂയ അതിനെ വാർത്തെടുത്ത് അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അത് ഉടഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, അതിനെടുത്ത് കളയുവാൻ മാത്രമേ സാധ്യമുള്ളൂ, പിന്നെ അതിനെ പണിയുവാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം, കർത്താവേ, ആമേൻ, ഹല്ലേലൂയ, ചലഞ്ഞ ഓട നീ ഒടിക്കുകയില്ലല്ലോ. ആമേൻ, ഹല്ലേലൂയ, പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയില്ലല്ലോ. കർത്താവേ, ഇന്ന് എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ജീവിതത്തിലെ കുറവുകളെ കർത്താവെ മാറ്റി, ആമേൻ, ഹല്ലേലൂയ, അവിടുത്തെ കരങ്ങളിൽ നല്ല ഇണങ്ങിയ ആയുധമായി തീരുവാൻ, കർത്താവിന്റെ കരങ്ങളിൽ ഒരു മാനപാത്രമായി തീരുവാൻ കർത്താവെ എന്നെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിർവിചാരങ്ങളായി ഇരുന്ന് അവൻ ഹല്ലേലൂയ പണി അവസാനിപ്പിച്ച് ഒരു പാത്രമായി തീർന്ന്, ഹല്ലേലൂയ, സ്തോത്രം, പിന്നത്തേതിൽ മാനസാന്തരത്തിനുള്ള ഒരു അവസരം ലഭിക്കാതെ ഹല്ലേലൂയ തകർക്കപ്പെടുവാൻ, ആമേൻ, സ്തോത്രം, ജാതികൾ മാത്രമല്ല, ആമേൻ, സ്തോത്രം, അധിപതികൾ മാത്രമല്ല, ആമേൻ, ഹല്ലേലൂയ, കർത്താവായ മശിഹ രാജാവായി വരുമ്പോൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പലരും ഹല്ലേലൂയ ഉടയപ്പെടുവാൻ ഇടയായിത്തീരും. പല പാത്രങ്ങളും ഉടയപ്പെടുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഇന്ന് കാണുമ്പോൾ ഹല്ലേലൂയ നല്ല പാത്രമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ നോക്കുമ്പോൾ നല്ല ആമേൻ മനോഹരമായ പാത്രമായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ അത് പ്രിയപ്പെട്ടവന് അല്ലെങ്കിൽ കർത്താവിന് അവൻ പ്രയോജനമുള്ള പാത്രമായി തീർന്നില്ല, അല്ലെങ്കിൽ അതിനെ കൊണ്ട് ഉപകാരമില്ല എങ്കിൽ അവസാനം ഇരുമ്പുകോൽ കൊണ്ട് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ തകർക്കുമ്പോൾ ആ പാത്രം ഉടയപ്പെടുവാൻ ഇടയായിത്തീരും. ആ പാത്രമായി നാം തീരരുത് കർത്താവിന്റെ ദൈവമക്കളെ. ആമേൻ, സ്തോത്രം, കർത്താവിന്റെ മക്കളെ, നമ്മൾ അങ്ങനെ ആയി തീരരുത്. ആമേൻ, ഹല്ലേലൂയ, അന്ന് ഉടയ്ക്കപ്പെടുവാനുള്ളൊരു ഹല്ലേലൂയ പാത്രമായി തീരുവാൻ നമുക്ക് ഇടവരരുത്. നാം കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി ഹല്ലേലൂയ അവസാന വാക്യത്തിൽ പറയുന്നത് പോലെ, ആമേൻ, ഹല്ലേലൂയ, നമ്മൊരു യാത്രയിലാണ്. ആമേൻ, ഹല്ലേലൂയ, നമ്മെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കർത്താവ് കൊണ്ടുപോവുകയാണ്. ഈ യാത്രയിൽ ആമേൻ, ഹല്ലേലൂയ, വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രികാലം എന്താണ് ചുംബനത്തിന്റെ രഹസ്യം? പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ, നാം സ്നേഹിക്കുന്നവരെയാണ് നാം ചുംബിക്കുന്നത്. ആമേൻ, നമുക്ക് ഹല്ലേലൂയ സ്നേഹമുള്ളവരോടാണ് നമുക്ക് ചുംബിക്കാൻ തോന്നുന്നത്. പലപ്പോഴും നമ്മൾ ഹല്ലേലൂയ പലരെയും ആമേൻ ഹസ്തദാനം ചെയ്ത് കരം കൊടുത്ത് അഭിവാദ്യം ചെയ്യുമ്പോൾ നമുക്ക് അടുപ്പമുള്ളവരോട്, കൂടുതൽ സ്നേഹമുള്ളവരോട് ആമേൻ നാം ഹല്ലേലൂയ വാരി പുണർന്നുകൊണ്ട് അവരെ ചുംബിക്കുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സ്നേഹം ഇന്ന് രാത്രികാലം നമ്മുടെ കർത്താവിനോട് നമുക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. തിരുവചനം പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും.
അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. ആമേൻ. സ്വന്തം ഹല്ലേലൂയ. രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ അവൻ ദൈവത്തിൽ നിന്ന് ഹല്ലേലൂയ അകന്നുപോയ ഏതെങ്കിലും അവസ്ഥയുണ്ടെങ്കിൽ, അവൻ സ്വന്തം ഹല്ലേലൂയ തകർക്കപ്പെടുവാൻ സാധ്യതയുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം ഹല്ലേലൂയ ചതഞ്ഞ ഓട പോലെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, അവന്റെ പുകയുന്ന തിരി പോലെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ, അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കളെ രാത്രികാലം നമുക്കൊരു നല്ല അവസരമാണ്. അവൻ സ്വന്തം ഹല്ലേലൂയ ദാവീദ് അവൻ എഴുതപ്പെട്ട സങ്കീർത്തനം ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. അവൻ ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിലെ അവൻ ഹല്ലേലൂയ അവൻ കുഴഞ്ഞ മണ്ണ് പോലെ നല്ലൊരു പാത്രമായി തീരുവാൻ, അവൻ പണിയപ്പെടുവാൻ രാത്രിക്കാലം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവൻ ഹല്ലേലൂയ അവൻ പുകയുന്ന തിരി അത് കെടുത്തിക്കളയുകയില്ല. കർത്താവ് ഹല്ലേലൂയ പണിയുവാൻ ഇടയായി തീരും. കർത്താവിനെ ഒന്ന് ചുംബിക്കാമോ? കർത്താവിനെ ഒന്ന് വാരി പുണരാമോ? കർത്താവിനെ ഒന്ന് സ്നേഹിക്കാമോ? ദൈവമേ ഹല്ലേലൂയ നീ എന്റെ ദൈവം എന്ന് ഹല്ലേലൂയ മനസ്സ് തുറന്ന് ഹല്ലേലൂയ ഒന്ന് പറയാമോ? അവൻ സ്വന്തം ഹല്ലേലൂയ അവൻ ഇന്നയാളുടെ ദൈവത്തെ ഹല്ലേലൂയ എന്ന് പറയാതെ, കർത്താവേ നീ എന്റെ ദൈവം, അവൻ സ്വന്തം ഹല്ലേലൂയ എന്നെ മകനെ മകളെ എന്ന് വിളിക്കുവാൻ, ഓമനപുത്ര എന്ന് വിളിക്കുവാൻ, ഓമനപുത്രി എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ അവകാശം ദാനമായി തന്ന ഹല്ലേലൂയ ദൈവ പൈതലാണ് ഞാൻ. കർത്താവേ രാത്രികാലം എന്നോട് മനസ്സറിയണമേ എന്നൊരു വാക്ക് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന്റെ കരങ്ങളിൽ താഴ്ത്തി നമുക്ക് സമർപ്പിക്കാം. പ്രൈസ് ലോർഡ്. ദൈവം നമ്മെ അവൻ കർത്താവിന്റെ കരങ്ങളിൽ ഇണങ്ങിയ ആയുധമായി പണിയട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ ലോകത്തിന്റെ വഞ്ചനയിൽ ഹല്ലേലൂയ അവൻ കുടുങ്ങി പോകരുത്. അവൻ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ പാമ്പിന്റെ ഉപായത്തിൽ ചതിക്കപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ നാം ചതിക്കപ്പെടുവാൻ ഇടയായി തീരരുത്. നാം ബുദ്ധിയുള്ളവരായി അവൻ സ്വന്തം നാം ഹല്ലേലൂയ നമ്മുടെ ന്യായപ്രമാണങ്ങളെ മനസ്സിലാക്കി നമ്മെ ഹല്ലേലൂയ കെട്ടിയിരിക്കുന്ന ദൈവത്തിന്റെ ഒരു കെട്ടുണ്ടല്ലോ. അവൻ സ്വന്തം ഹല്ലേലൂയ കർത്താവ് ഇങ്ങനെ പറയുന്നു, അവൻ എന്റെ മുഖം മൃദുവും അവൻ ഹല്ലേലൂയ എന്റെ ചുവട് ലഘുവുമാകുന്നു. പ്രൈസ് ലോർഡ്. അങ്ങോട്ടാണ് കർത്താവ് വിളിച്ചത്. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവൻ എന്റെ മുഖത്തിന്റെ കീഴിൽ നിങ്ങൾ വാ. അവൻ എന്റെ മുഖം ഹല്ലേലൂയ മൃദുവാണ്, എന്റെ ഹല്ലേലൂയ ചുവട് ലഘുവാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ കെട്ടിന്റെ അകത്ത് നാം ആയിരിക്കാൻ ഹല്ലേലൂയ നാം ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്. അതിന്റെ അതിൽ കടന്നു പോകുന്ന എന്തെങ്കിലും മാനുഷിക ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടോ? അവൻ വന്നു പോകാം സഹോദരന്മാരെ. കാരണം അവൻ ദൈവത്തിൽ നിന്ന് നാം അകലുമ്പോൾ, അവൻ സ്വന്തം ദൈവത്തെ വിട്ട് നാം മാറി നടക്കുമ്പോൾ ഹല്ലേലൂയ പിശാച് നമ്മുടെ ജീവിതത്തിൽ കയറി വരാം. അതാണ് ഹല്ലേലൂയ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. അവൻ ഹല്ലേലൂയ ആദാം കിടന്നുറങ്ങുമ്പോൾ അവൻ ഹവ്വ ഹല്ലേലൂയ ഒരു ഈ വാക്കിങ്ങിന് പോയി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവൻ ഏൽപ്പിച്ച അവൻ തലയോടെ നിർത്തിയിട്ട് സ്വന്തം യാത്ര ചെയ്യുവാൻ ഇടയായിത്തീർന്നു. ദൈവത്തിൽ നിന്നും അകന്ന് യാത്ര ചെയ്യുമ്പോൾ അവൻ പിശാച് പോലെ നമ്മുടെ തന്ത്രപൂർവ്വം ചെവിയിൽ വന്ന് നമ്മളോട് സംസാരിക്കും. കുഴപ്പമില്ല, നല്ലതാണ്, ചെയ്യാം. അവൻ സ്വത്രം ഹല്ലേലൂയ നിനക്കത് അനുഗ്രഹമായി തീരും, അല്ലെങ്കിൽ നിനക്ക് നല്ലതാണ്, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്ന് വളരെ മൃദുവായി നമ്മുടെ ചെവിയിൽ നാം ഉപദേശിക്കും. പറ്റിപ്പോയ അബദ്ധത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് രാത്രികാലം കർത്താവേ ഹല്ലേലൂയ അങ്ങനെ ഹല്ലേലൂയ വീണ്ടെടുക്കണമേ, എന്നെ നന്നായി പണിയണമേ എന്ന് രാത്രികാലം പ്രാർത്ഥനയോട് നാം ദൈവസന്നിധിയിലായിരിക്കുമെങ്കിൽ അവൻ ഹല്ലേലൂയ നമ്മുടെ കർത്താവ് മനസ്സരിവും ദൈവമുള്ള ദൈവമാണ്. സ്വന്തം രാത്രികാലം ആ ദൈവം നമ്മെ ഹല്ലേലൂയ വീണ്ടും പണിയുവാനിടയായി തീരും. കർത്താവിനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം എല്ലാവരും